നമ്മളുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സ്വന്തം ശരീരത്തെക്കുറിച്ചും ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ്. ഇത്തരം ചിന്തകളുമായിട്ടാണ് ഞാൻ ശ്രോതാക്കളായിട്ട് പങ്കിടുന്നത്. അത് ശ്രദ്ധാപൂർവം കേൾക്കുന്നവരുണ്ട്. എന്നെ വിളിച്ചിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുന്ന ആളുകൾ പലരും വിളിച്ച് അഭിനന്ദിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരൊന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും അവർ പറയും. അനവധി ബുദ്ധിമുട്ടുകൾ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭർത്താവ് പറയും, ആരോട് വേറെ ആളോടോ അല്ലെങ്കിൽ അവനവന്റെ മനസ്സിനോടോ, എനിക്കെന്റെ ഭാര്യയും മക്കളെയും കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? അവർക്ക് വേണ്ടിയില്ലേ ഞാൻ ജീവിക്കണം. പക്ഷെ എന്താന്ന് വെച്ചാല് അവർക്ക് സ്നേഹം എന്നുള്ളൊരു കാര്യമില്ല. ഭാര്യയോട് സംസാരിക്കുക. ഭാര്യ പറയും, എനിക്കെന്റെ ഭർത്താവിന്റെ അപ്പുറത്തെന്താ ഉള്ളത്? മക്കളും. പിന്നെന്താ? ആ മനുഷ്യന് സ്നേഹം എന്നുള്ളൊരു കാര്യമില്ല. സ്നേഹമില്ലാത്തവരും ഉണ്ട്. മക്കൾക്കും സ്നേഹവുമില്ല, നന്ദിയില്ല. മക്കളോട് സംസാരിക്കുമ്പോൾ മക്കൾ എന്ത് പറയും? അയ്യോ, അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, അമ്മ വലിയ കാര്യമാണ്. ഈ വിവരം അവർക്കറിയില്ല. താൻ തോന്നിയായുള്ള മക്കള്, പറഞ്ഞാൽ കേൾക്കാത്ത മക്കള് എന്നാണ് അച്ഛനും അമ്മയും മനസ്സിലാക്കിയത്. പക്ഷെ മകൻ വിചാരിക്കുന്നത് എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണെന്നാണ്. ഇതൊരു വല്ലാത്ത പൊരുത്തമില്ലായ്മയാണ് ജീവിതത്തിൽ. ഇഷ്ടമാണെന്നുള്ള വിവരം മറ്റുള്ളവരെ അറിയണ്ടേ? ഭാര്യയോട് വലിയ ഇഷ്ടമാണെന്നുള്ള വിവരം ഭാര്യ അറിയണ്ടേ? പുറത്തേക്ക് എടുക്കില്ല. മരിച്ചു കിടക്കുമ്പോ ഒരു നന്മയും പറയല്ല ചിലവരെ കുറിച്ച്. പിന്നെ എന്താ മരിച്ച സ്ഥിതിക്ക് സ്വത്തൊക്കെ ബാക്കിയുള്ളവർ കിട്ടി, ഇത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വല്ലാത്തൊരു വ്യവസ്ഥയാണല്ലോ. എന്തുണ്ടാക്കി വെച്ചാലും സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊരു മുട്ടുസൂചി പോലും. അപ്പൊ അതൊക്കെ കിട്ടുമ്പോ അച്ഛനെ കുറിച്ചൊരു നല്ല വാക്ക് പറയണമല്ലോ. നല്ല സ്നേഹമായിരുന്നു ഉള്ളില്, പുറത്തേക്ക് എടുക്കില്ല. പുറത്തേക്ക് എടുക്കാത്ത സ്നേഹം കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ വളരെ സ്നേഹമാണ് എന്ന് വിചാരിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അച്ഛനമ്മമാരെ ഏറ്റവും വേദനിപ്പിക്കുന്ന പല മക്കളുടെ ഉള്ളിലെ വിചാരം, എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിന്റെ ഉള്ളില് പുറത്തേക്ക് കാണിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സന്തത സഹചാരികളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതിലേക്ക് വരാനാണ് ഞാൻ ആമുഖമായിട്ട് ഇതൊക്കെ പറഞ്ഞത്. അയാൾ എത്ര സ്വാർത്ഥനാണ് എന്നൊക്കെ ബാക്കിയുള്ളവർ പറഞ്ഞാൽ ഈ അയാളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോരുത്തരും നമ്മളാരാ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ. എന്റെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതാണ് എന്റെ ഇന്ദ്രിയങ്ങൾ. അതെല്ലാത്തിനെയും കൂടി ഞാൻ ഒരു ശരീരമായിട്ട് കാണുന്നു. അതിനകത്താണ് എന്റെ ആത്മാവ് നിലനിൽക്കുന്നത്. ആത്മാവിന്റെ വീടാണ് ശരീരം. നമ്മുടെ ശരീരം ആത്മാവാണെങ്കിൽ നമ്മളിപ്പോ താമസിക്കുന്ന വീട് നമ്മുടെ ശരീരമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇന്ദ്രിയങ്ങള് ഒറ്റയ്ക്ക് സംസാരിക്കുമെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾക്ക് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്റെ കണ്ണിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്റെ കണ്ണ് എന്നെ കുറിച്ച് എന്താ പറയുക? ഇതുപോലൊരു ദുഷ്ടൻ വേറെയില്ല. ഇപ്പൊ 3000 പേജുള്ള ഒരു ഗ്രന്ഥമാണ് വായിക്കുന്നത്. 1500 പേജായി. അയാളുടെ വിചാരം അയാൾ വായിക്കണമെന്നാണ്. എന്നെ കൊണ്ടല്ലേ ഈ കഷ്ടപ്പെടുത്തിക്കുന്നത്.
എത്ര മണിക്കൂറാണ് നെറ്റ് ഓണാക്കിയിട്ട് ഫോണിൽ കാണുന്നത്? ഇതൊക്കെ കണ്ണിന് കേടല്ലേ? കണ്ണ് എന്നൊരു വസ്തു ഉണ്ട് എന്നുള്ളൊരു വിചാരമേ ഇല്ലാതെ ജീവിക്കല്ലേ. അത് മുണ്ടില്ലാച്ചിട്ട്. മിണ്ടാപ്രാണികൾ മിണ്ടില്ലല്ലോ. അതുകൊണ്ട് എന്ത് ക്രൂരതയും കാണിക്കാം, മിണ്ടില്ല. ചെറിയ കുട്ടികൾക്ക് എങ്ങനെയും ചികിത്സ നടത്താം, കാരണം കുട്ടികൾ മിണ്ടില്ലല്ലോ. പേടിക്കാനില്ല. നാൽക്കാലികളെ ചികിത്സിക്കലും എളുപ്പമാണ്. അവരിങ്ങോട്ട് അയ്യോ വേദന ഒന്നും പറയില്ല. അപ്പൊ ഈ കണ്ണ് എന്ന ഇന്ദ്രിയം യഥാർത്ഥത്തിൽ പ്രകൃതിയിലെ നല്ല ദൃശ്യങ്ങൾ കാണാനുള്ളതാണ്. ഹിമാലയം കണ്ടിട്ട് കണ്ണ് കേടുന്നു എന്ന് പറയും. നല്ല കണ്ണട വെക്കാനുള്ള കാരണം ഹിമാലയം കണ്ട് കണ്ട് കണ്ണ് കേടുന്നു. അങ്ങനെ ആരെങ്കിലും പറയോ? സമുദ്രം കണ്ടിട്ട് കണ്ണ് കേടുന്നു പറയില്ല. പൂനിലാവ് കണ്ട് കണ്ട് കണ്ണ് കേടുന്നു പറയോ? പറയില്ല. കണ്ണിന് ഏറ്റവും സ്ട്രെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്കെന്റെ കണ്ണ് വലിയ ഇഷ്ടമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. കണ്ണ് ഇവരറിഞ്ഞിട്ടില്ല. അയാൾക്ക് എന്ത് ഇഷ്ടം എന്നാണ് കണ്ണ് വിചാരിക്കുക. ബന്ധങ്ങളുടെ കാര്യമായി എനിക്ക് ഇന്നാളിന്റെ ബന്ധുക്കാരനാണ്, ഭയങ്കര ബഹുമാനം. എന്നിട്ടോ ഇപ്പൊ സംസാരിച്ചിട്ട് എത്ര കൊല്ലായി, ഞങ്ങള് വർത്താനം പറയാറേ ഇല്ല. പിന്നെ എന്ത് സ്നേഹം. കണ്ണ് കഴിഞ്ഞ കാത്. ഈ കാതിനകത്ത് ഏറ്റവും സൂക്ഷ്മമായ തരംഗങ്ങളാണുള്ളത്. ഏറ്റവും അതിസൂക്ഷ്മം. അതുകൊണ്ടാണ് കാതിനെ സംരക്ഷിച്ചാൽ ഏകദേശമൊക്കെ സംരക്ഷണമായി. കാതിലേക്ക് വേണ്ടാത്ത ശബ്ദങ്ങൾ കയറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ആകെ തെറ്റും. കാതിനെ കഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ നേരിട്ട് യന്ത്രവൽകൃതമായിട്ടുള്ള കാര്യങ്ങൾ കാതിലേക്ക് വെക്കുകയാണ്, ഇയർഫോണും മറ്റും. എത്ര വലിയ ദ്രോഹമാണ് കാതിനോട് ചെയ്യുന്നത്. ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അപ്പൊ മൂഡ് ഔട്ട് വരുമ്പോ ആ ഭൂതകാലത്തെ ഓരോരോ കാര്യം ഒന്ന് പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. നമ്മൾ രണ്ടാളും കൂടി ഋഷികേശത്തോടെ നടക്കുമ്പോ അങ്ങനെ ഉണ്ടായില്ലേ എന്നൊന്ന് പറഞ്ഞ് ചിരിക്കാനായി വിളിക്കണതേ. അദ്ദേഹം എന്നോട് പറയാണ്, എനിക്കിപ്പോ കാത് ഒട്ടും കേൾക്കില്ല. PR വല്ലതും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ. നേരിട്ട് പറയണ സുഖം ഫോണിൽ പറയുമ്പോ കിട്ടില്ല, മെസ്സേജ് അയക്കുക. അദ്ദേഹത്തിന്റെ കുറ്റല്ല, കാത് കേൾക്കില്ല. ആ കാതിനോട് വേടുന്ന രീതിയിൽ പെരുമാറിയുണ്ടോ? കുറെ നേരം കാതിന് വിശ്രമം കൊടുക്കണ്ടേ? വൈകുന്നേരം വരെയും കാതിന് വിശ്രമമില്ലല്ലോ. TV അവിടെ ഓൺ ചെയ്തിടും. വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ശബ്ദം മുഴുവൻ അനുഭവിക്കല്ലേ. മൂന്നാമത്തെ മൂക്ക്. ഈ മൂക്കിനോട് കാണിക്കുന്ന ദ്രോഹം എന്താ? എന്തും ശ്വസിക്കും. അന്തരീക്ഷ മലിനീകരണമാണോ നോക്കണ്ട, എല്ലാം ശ്വസിക്കും. ശരീരത്തിൽ വേണ്ടുന്നൊക്കെ പരത്തും. ഇന്ദ്രിയങ്ങളെ അങ്ങോട്ട് ശക്തമാക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ കിട്ടും. അതൊക്കെ ആഹാര വസ്തുക്കളിൽ ചേർക്കും. അപ്പൊ മൂക്കിനോട് അവിടെ സ്നേഹം. നാക്കിനോടോ? നാക്കിനോട് ഒരു വാത്സല്യമില്ല. നാക്കിങ്ങോട്ടൊന്നും വിട്ടില്ല.
അതിരൂക്ഷമായുള്ള എരിവ്, പുളി, ഇതൊക്കെ ഭക്ഷിക്കുന്നത്. പിന്നെ ത്വക്ക്, സ്പർശസുഖം. സകല അപകടം ഉണ്ടാക്കുന്നത് ഈ സ്പർശസുഖത്തെ കുറിച്ചുള്ള സങ്കല്പം കൊണ്ടല്ലേ. സ്പർശസുഖം എന്നുള്ളതൊരു ഭാവന മാത്രമല്ലേ. ഇങ്ങനെ ബോഡിയിലത്തെ അവയവങ്ങൾ എടുക്കൂ. ഹൃദയം നമ്മള് ആ ഹൃദയത്തിന് സംരക്ഷണം കൊടുക്കണ്ടേ, കിഡ്നിയോട് വാത്സല്യം കാണിക്കണ്ടേ, കരളിനോട് വാത്സല്യം കാണിക്കണ്ടേ. കരളിന്റെ ഒരു ഭാഗം എങ്ങനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താലോ. അപ്പൊ ഏറ്റവും ഇഷ്ടം കാണിക്കേണ്ട ശരീരത്തിനോട്. ബാക്കിയുള്ളവർ പറയും അയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ശരീരത്തിനെ ഓരോ സംസ്ഥാനമായിട്ട് വേർതിരിച്ചാൽ ഓരോ സംസ്ഥാനം പറയും ഈ മനുഷ്യനെ എന്നോട് സ്നേഹമൊന്നുമില്ല. നാട്ടുകാർ പറയും അയാൾക്ക് അയാളോട് മാത്രമേ സ്നേഹമുള്ളൂ. എവിടെ സ്നേഹം? ഇത് കുടുംബജീവിതത്തിൽ നിന്ന് തുടങ്ങി ശരീരത്തിനെ സ്നേഹിക്കണം എന്ന് പറയുന്നു. ഇടത് കൈയിനെ ഒന്ന് വലത് കൈ കൊണ്ട് തലോടണം. തൈലം തേച്ച് കുടിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നു അതാണ്. ഒന്ന് ഓമനിക്കണ്ടേ ശരീരത്തിനോട്. ശരീരത്തിന് ഇഷ്ടം എന്താണ് ഒന്ന് ശരീരത്തിനോട് ചോദിക്കണ്ടേ. കുറച്ച് വെയിലുള്ളതെന്നൊക്കെ ശരീരം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വെയിലത്തന്നെ അങ്ങോട്ട് നിന്നിട്ട് രക്തം വറ്റിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. അബദ്ധമില്ലാത്ത രീതിയിൽ കുറച്ച് വെയിൽ കൊള്ളണ്ടേ, ശരീരത്തിനെ സ്നേഹിക്കണ്ടേ. ആമാശയത്തിന് ചില ദിവസം വിശ്രമം കൊടുക്കണ്ടേ. അതിനല്ലേ ഏകാദശി നോക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാ അവയവങ്ങളും അവയവ വിശ്രമം കൊടുക്കണം. ഇപ്പൊ വിശ്രമത്തിലാണ്. എന്ത് വിശ്രമത്തില്? ഈ വ്യക്തി വിശ്രമത്തിലെന്ന് പറഞ്ഞാല് ജോലി സ്ഥലത്ത് പോയിട്ട് ഒപ്പിടുന്നില്ല എന്നേ ഉള്ളൂ. ജോലി സ്ഥലത്ത് പോയിട്ട് ഒപ്പിടുന്നില്ല. കണ്ണിന് ഇരട്ടിപ്പണി, കാതിന് ഇരട്ടിപ്പണി, മൂക്കിന് ഇരട്ടിപ്പണി, നാക്കിന് ഇരട്ടപ്പണി, ത്വക്കിന് ഇരട്ടി ജോലി, വയറിനും ആമാശയത്തിന് വിശ്രമേ ഇല്ല. എന്നിട്ട് എന്താ പറയാ? ഇപ്പൊ വിശ്രമത്തിലാ. ഇതേക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന്